എന്തൊരു വിഷടിച്ചത്? ആ, എന്തെല്ലാം കലക്കി കുടിച്ചത്? കൊള്ളാം കേട്ടാ. അപ്പുറത്ത് കിടക്കണ അയാളെ കണ്ട അങ്ങേരി എമ്മച്ചിലാണ് വിഷം കലക്കി കുടിച്ചത്. എന്നിട്ട് ഇപ്പൊ അമ്മച്ചിയെന്നും പറഞ്ഞ് കരഞ്ഞോണ്ട് കിടക്കണം. ഒരു കാര്യം ചെയ്, കുറെ വെള്ളം അങ്ങ് കുടിക്ക്, മൊത്തം ഛർദിച്ചിഞ്ഞ് പോരട്ട്. ആ, കുറച്ചും കൂടി ഛർദിക്കിട്ട് നിങ്ങൾ കുറച്ച് വെള്ളം കുടിക്കും കേട്ടാ. കൂടെ ആരെങ്കിലും വന്നാ എന്തൊരു പുറത്തുണ്ടാ? ആ ആ ആ ശരി. സിസ്റ്ററെ കുറെ വെള്ളം കുടിക്കും കേട്ടാ. നിങ്ങൾ ബ്രിഗേഷിന്റെ കൂടെ വന്ന അയാൾ എന്തിനു വിഷം അടിച്ചത്? ഒന്നും പറയാണ്ടൊക്കെ നല്ല. അതായത് ഇതുവരെ കല്യാണം കഴിച്ചിട്ട് പെണ്ണ് കിട്ടണ്ടേ. 10 വയസ്സായി. അപ്പൊ എലി വിഷം എടുത്ത് കഴിച്ചു. അതിനൊക്കെ ഇപ്പൊ പ്രശ്നം എന്തര്? എനിക്ക് കിട്ടിയില്ലല്ലേ ഇതൊരു ചെറുക്കന്. ഓ, ഗവൺമെന്റ് പണി ഉണ്ടായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇതുവരെ ഞാനും കഴിച്ചിട്ട. അതെന്തരെന്നറിയാമോ? ജ്വാത്സ്യന്മാര് പറയണത് എന്തര് എന്റെ ചൊവ്വയില് ശുദ്ധം കേറിപ്പോയെന്ന്. കറക്റ്റാണ്, കേറിയിട്ടുണ്ടാവും ചിലപ്പോ. ഓനിപ്പോ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നാളെ ചിലപ്പോ നമ്മള് വാർഡിലോട്ട് മാറ്റും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, കിടക്കാൻ ബെഡൊന്നും കിട്ടൂല. ഒന്നും വേണ്ട, ഞാൻ ഇടം കിടന്നോളാം. അയ്യ, നിങ്ങൾക്ക് കിടക്കണ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ രോഗിയുടെ കാര്യമാണ് പറഞ്ഞത്. വേണമെങ്കിൽ വെളിയിൽ നിന്ന് പാവെല്ലാം വാങ്ങിച്ചോണ്ടോ തറയിൽ വിരിച്ചെങ്കിലും കിടക്കാം. ഓൻ വിഷം കഴിച്ചു വെച്ചാൽ രാജകീയ പദവിയിലാണ്. ഓനക്ക് രാജാവാ. അതുകൊണ്ട് തറയിൽ കടത്താൻ പറ്റില്ല. എനിക്കെന്തര്? ചേച്ചിനെ ഇപ്പൊ വിളിക്കാം. വല്ലാത്ത സ്വഭാവമാണല്ലോ. നോക്കട്ടെ, ഞാനിപ്പോ വിളിക്കാം. ചേച്ചിനെ വിളിക്കട്ടെ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ചേച്ചി, ബ്രിഗേഷ് പണി പറ്റിച്ച്. എന്താടാ ഓന് പെണ്ണ് കിട്ടിയ? ഓൻ വിഷം കഴിച്ച്. ആണോ? എപ്പോ? ഞാനിവിടെ ഒറ്റക്കാന്ന്. ഇനി ഓൻ്റെ അളിയനെ വിളിച്ചു പറ. ഇനിയിപ്പോ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞല്ലേ കിട്ടുള്ളൂ. പോസ്റ്റ്മോർട്ടം നമുക്ക് പിന്നെ ആക്കാം. ആദ്യം വേണ്ടത് കിടക്കാനൊരു ബെഡ്. അതെങ്കിലും തരാൻ വേണ്ടി പറ. അപ്പൊ ഓൻ ചത്തില്ലേ? ഓൻ ചാവാൻ വേണ്ടി തന്നെ വിഷം കഴിച്ച്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഓൻ വാള് വെച്ച് ഇവിടെ കിടന്ന് ഓൻ ചാവും. ശരി, കട്ടിൽ വേണമെങ്കിൽ ഞാൻ സൂപ്രണ്ടനെ വിളിച്ചു പറയാം. അല്ലേ വേണ്ട, ആ ഫോൺ നഴ്സിന്റെ അടുത്ത് കൊടുക്ക്. ഇനിയെല്ലാം സിസ്റ്ററോട് പറഞ്ഞു, ഞാൻ ഇപ്പൊ കൊടുക്കാം. സിസ്റ്റർ ഒറ്റ മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. വേമ്പാ വഞ്ചേച്ചി ഓറ് പറയും. ഞാൻ ചാത്തോത്ത് ബ്രാഞ്ച് സെക്രട്ടറി KP വനജയാ. സെക്രട്ടറിയാ പറയും. എന്തര്? ആടെ വിഷം കഴിച്ചു വന്ന ബ്രിഗേഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാ. ഓൻ ആടെ കിടക്കാൻ കട്ടിലില്ല എന്നൊരു പരാതി കിട്ടിക്കല്ലോ. നിങ്ങൾ ആ കാര്യം ഗൗരവത്തിലെടുക്കണം. അതെ, നിങ്ങൾ ചോദിക്കുമ്പോ ബെഡ് എടുത്ത് തരാനേ. ഇത് കോവള റിസോർട്ടൊന്നും അല്ല. അവനെ ചാവാൻ വിഷം അടിച്ചിട്ട് വന്ന് കിടക്കണതല്ലേ, അല്ലാതെ അതിർത്തിയിൽ വെടികൊണ്ട് കിടക്കണ പട്ടാളക്കാരനൊന്നും അല്ലല്ല. നിങ്ങൾ മാന്യമായി സംസാരിക്കണം. ഈ നാടിന് തനതായ ഒരു സംസ്കാരമുണ്ട്, ഒരു തനതായ രീതിയുണ്ട്. ഓ ശരി, നിങ്ങൾ വിളിച്ചോളി. എന്തൊരു വേണമെങ്കിലും ആയിക്കോളി. ബെഡല്ലേ തരാം. ഹലോ ഹലോ, ഈ ഫോൺ ഹലോ. ഫോൺ ആരും എടുത്തേക്ക്. ഒരു പെണ്ണ ഇപ്പൊ കിട്ടുന്നില്ല. പെണ്ണാ നീ നോക്കണ്ടേ, ഞാൻ നോക്കാം. ജാക്കി കേസ് ഇപ്പം കഴിഞ്ഞ് കാണുള്ളൂ. എന്താടാ ബ്രിഗേഷേ ഒരു വിമ്മിഷ്ടോ? ഒന്നുമില്ല. കുറച്ച് തൈര് വേണോടാ? തൈരും വേണ്ട, ഒരു പോടാടുന്നു. മോനെ കുറച്ച് കുടലാരിഷ്ടം കുടിച്ച വയറ്റിൽ പോച്ചരി നല്ലതാടാ. ഞാൻ ഐശുവിനെ ഒന്ന് കഴിച്ചു കേട്ടെ. നമ്മളെ ഐശുവിനെ ഞാൻ അടുത്ത ആഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന.
എൻ്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ നേർച്ച മുഴുവനും നേർന്നത്. മുത്തപ്പനെ ഞാനൊരു പയൻകുറ്റി നേർന്നിട്ടുണ്ട്. എല്ലാം ശരിയാവിടാ. ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയേക്കറ്. ബാബുവാളെ എന്താടോ എൻ്റെ പോച്ചിൽ കുറഞ്ഞിക്കില്ല, ആശുപത്രി പോണോ? വേണ്ടപ്പാ. മറിയേ കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോ. ആരാ? ആരുമില്ല, ഇത് റോങ് കോളാ. നീ കിടന്നുറങ്ങാൻ നോക്ക്. ഫോൺ ഇങ്ങോട്ട് വന്നേ. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ആരെ നമ്പറാ സേവ് ചെയ്ത്? നീ ചോറ് നവിതേ. ഞാൻ ചോറിനെയാന്ന്. നിങ്ങളെന്നാ തിന്നെന്ന് എനിക്കറിയണല്ല. നമ്പിക്കൂടെ നിങ്ങളാ. ഫോണിന്റെ കവിത. ഹലോ, തമിഴെത്തിയോ? നിങ്ങൾക്ക് തമിഴെത്തിയായിട്ടോ ബന്ധം? വീണ്ടും തമിഴ്. ന്യൂ ഇന്ത്യ ഹോട്ടലിന്റെ മുമ്പിലത്തെ പൂക്കാരി ശെൽവിയല്ലേ? അതല്ലേ കള്ളും കുടിച്ചിരുമ്പോ മുല്ലപ്പൂ കെട്ടിക്കൊണ്ടിരുന്ന ഉളുപ്പില്ലേ നിങ്ങൾക്ക്? നിങ്ങൾക്ക് നാടക വലുത് ഞാനാ. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാൻ ഗർഭിണിയാണ്ടല്ലേ നിങ്ങളിങ്ങോട്ട് കയറി ഇരുന്നണ്ടാ. കുന്തോ ഇവിടെ കയറി വാ. കയറൂല. ബ്രിഗേഷിന്റെ പേരും പറഞ്ഞൊരു തമിഴത്തിന്റെ നമ്പറാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോ ഞാൻ കണ്ടു. ഇല്ലെങ്കിലോ എന്ത് കിട്ടുന്ന പറഞ്ഞേ? എന്ത് വിടാനില്ല? എന്ത് കിട്ടുന്ന പറഞ്ഞേ? നീ ഓടും. ഞാൻ കണ്ടതല്ലേ. ഫോണേടെ എനിക്കുള്ള കോള തരാം. എനിക്ക് വയറാണ് സത്യം. മാതൃഭൂമിയിലെത്തി എടാ എടാ മാമ എന്റെ അച്ഛന് ഫോണിങ് താടാ. ഓടാ. വയറാണ് സത്യം. മതി. അയ്യോ ഇങ്ങോട്ട് വന്നേ. എനിക്ക് സത്യം അറിയണം. ഞാൻ സത്യം പറ. ஹலோ இது உங்க ஃபோன் தானே? ஆமாம் ஆமாம், இது எங்கே இருக்கு? நீங்க வேலைக்கு வந்தது இங்க தானே, மாஹில? ஆமாம் ஆமாம், ஆசிரமத்தில் இருக்கு. ஆமாமா, ஆசிரமம். நீங்க வேலைக்கு வந்தவர் தானே? எனக்கு ஃபோன் திருப்பி வேணும். நீங்க இங்க வந்த ஃபோன் எடுத்துட்டு போலாம். நீ ராവിലെ തന്നെ അങ്ങോട്ട് വരാം. நீங்க ஆசிரமத்துக்குள்ள வர முடியாது. ஏன்? நாங்க பெண்கள் மட்டும் தான் இங்க இருக்கோம். പിന്നെ എൻ്റെ ഫോൺ എങ്ങനെ കിട്ടും? மார்னிங் பிரேயர் அப்போ மதில் பக்கத்துல வாங்க. நான் வெளியில வந்து ஃபோன் கொடுக்கறேன். நீங்க உள்ள வர முடியாது. മോർണിംഗ് പ്രേയർ എത്ര മണി? விடிய காலம் 4 மணிக்கு. ஒய், வர முடியாது, ரொம்ப தூரம். ஓ அப்படியா? அப்ப நான் ஃபோன் ஸ்விட்ச் ஆஃப் பண்ணி வச்சிட்டா? വേണ്ട വേണ്ട, ഓഫ് ആക്കണ്ട. വരാം. ഹലോ